മാത്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. USSന്റെ സീരീസ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടുവരികയാണ്. അപ്പോൾ ഏകദേശം 10, 35, 40 ക്വസ്റ്റ്യൻസ് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അതിൽ നിങ്ങൾക്ക് അറിയുന്നതും ഉണ്ടായിട്ടുണ്ടാവാം, അറിയാത്തതും ഉണ്ടായിട്ടുണ്ടാവാം. വളരെ നല്ല അഭിപ്രായമാണ് കുട്ടികളിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് തുടർച്ചയായി വീണ്ടും ഇതുപോലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ഈ വീഡിയോവിൻ്റെ പ്രത്യേകത നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ ചോദ്യങ്ങളും നിങ്ങൾക്ക് ആദ്യം കാണാൻ കഴിയുകയും വീഡിയോ പോസ് ചെയ്തിട്ട് നിങ്ങൾ ഓരോ ചോദ്യങ്ങളും ചെയ്തു നോക്കുക. ഏതെങ്കിലും ആൻസർ കിട്ടാത്തതുണ്ടെങ്കിൽ വീഡിയോ തുടർന്ന് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. എല്ലാ ചോദ്യങ്ങളും വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ തുടർന്ന് കാണേണ്ടതില്ല. ഓക്കെ, അപ്പോൾ ചാനൽ ആദ്യമായി കാണുന്ന കുട്ടികൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഞാൻ നേരെ ക്ലാസ്സിലേക്ക് കടക്കുന്നു. ഒന്നാമത്തെ ചോദ്യം ഇതാണ്, നിങ്ങൾക്ക് അവിടെ കാണാൻ. 2 മുതൽ തുടങ്ങുന്ന ചില ഇരട്ട സംഖ്യകളുടെ ശരാശരി 50 ആണ് എങ്കിൽ അതിലേറ്റവും വലിയ ഇരട്ട സംഖ്യ ഏതാണ്? ഇംഗ്ലീഷിലും അവിടെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇരട്ട നമ്പർ തുടങ്ങുന്നത് 2-ൽ നിന്നാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2, 4, 6, 8 ഇങ്ങനെ പോകുന്നതാണ്. അപ്പൊ ഇങ്ങനെ പോകുന്നത് അവസാനിക്കുന്നത് ഏത് എന്ന് നമ്മളോട് പറഞ്ഞിട്ടില്ല. പക്ഷേ ഇവയുടെ എല്ലാം ആവറേജ് നമുക്ക് തന്നിട്ടുണ്ട്, 50 എന്ന് തന്നിട്ടുണ്ട്. ആവറേജ് അല്ലെങ്കിൽ ശരാശരി നമുക്ക് തന്നിട്ടുണ്ട് 50. അപ്പൊ എന്താ അറിയേണ്ടത്? ഇരട്ട സംഖ്യകളുടെ ശരാശരി എങ്ങനെയാണ് കണ്ടുപിടിക്കുകയാണ്? ശ്രദ്ധിക്കുക, ഓർമ്മിക്കുക. ഇരട്ട സംഖ്യകളുടെ ശരാശരി എന്ന് പറയുന്നത് n+1 ആണ്. അതായത് എത്ര എണ്ണമുണ്ടോ ആ എണ്ണത്തിന്റെ കൂടെ ഒന്നുകൂടി കൂട്ടുന്നതാണ് ശരാശരി. അപ്പൊ ഇവിടെ n+1 എന്ന് പറയുന്നത് നമുക്ക് 50 എന്ന് എഴുതാം. അതായത് എണ്ണം +1 നമുക്ക് 50 എന്ന് എഴുതിയാൽ n എന്ന് പറയുന്നത് നമുക്ക് 49 എന്ന് കിട്ടും. അതിന്റെ അർത്ഥം 49 ഇരട്ട സംഖ്യകളുടെ ഈ 49 ഇവൺ നമ്പേഴ്സിന്റെ ആവറേജ് ആണ് 50 എന്നർത്ഥം. അപ്പൊ 49 ഇരട്ട സംഖ്യകൾ ഉണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് എത്രയായിരിക്കും നമുക്ക് ഈസിയായി കണ്ടുപിടിക്കാൻ പറ്റും. നോക്ക്, രണ്ടാമത്തെ ഇവൺ നമ്പർ 4 ആണ്, മൂന്നാമത്തത് ഇരട്ട 6 ആണ്, നാലാമത്തത് 8 ആയിരിക്കും. അങ്ങനെ 49ാമത്തെ എത്ര വെച്ച് നമുക്ക് കിട്ടും? 98. അതായത് 49നെ 2 കൊണ്ട് ഗുണിച്ചതായിരിക്കും അവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പൊ ആൻസർ 98. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിലും ക്വസ്റ്റ്യന്റെ ചോദിച്ച പ്രത്യേകത വെച്ചിട്ട് പല കുട്ടികൾക്കും പ്രയാസം ഉണ്ടാവും. ആ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓർമ്മിക്കുക, ഇത് ഓർമ്മിക്കുക. ആവറേജ് എന്ന് പറഞ്ഞാൽ n+1 ആണ് അതിന്റെ ആവറേജ്, എണ്ണം +1. അതിൽ നിന്ന് എണ്ണൽ സംഖ്യകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ പറ്റും. എണ്ണൽ സംഖ്യയുടെ എണ്ണം കിട്ടിക്കഴിഞ്ഞാൽ എത്രാമത്തെ എണ്ണൽ സംഖ്യ നമുക്ക് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾ അവിടെ നോക്കുക. വാട്ട് ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ മിനിറ്റ് ഹാൻഡ് ആൻഡ് അവർ ഹാൻഡ് ഓഫ് ക്ലോക്ക് വെൻ ദ ടൈം ഈസ് 4:10? 4:10 സമയം വരുന്ന സമയത്ത് ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയും, ഇവിടെ നിങ്ങൾക്ക് അവിടെ 3-നെ കാണാൻ പറ്റും, ഇവിടെ നിങ്ങൾക്ക് അവിടെ 4-നെ കാണാൻ പറ്റും. അപ്പൊ 4:10 എന്ന് പറയുമ്പോൾ 4 ഇവിടെയുണ്ട്, 3 ഇവിടെയുണ്ട്. 4ന്റെ കുറച്ച് ഇപ്പുറമായിരിക്കും ഉണ്ടാവുക. 10 എന്ന് പറയുമ്പോൾ ഇവിടെ 2 ഉണ്ടാവും, ഇവിടെ 1 ഉണ്ടാവും, ഇവിടെ 12 ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഇങ്ങനെ പറയുമ്പോൾ ഈ സമയത്ത് 4:10 എന്ന് പറയുന്ന ഈ സമയത്ത് ഉണ്ടാക്കുന്ന ഈ ആംഗിൾ എത്ര എന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. വളരെ എളുപ്പത്തിൽ ആംഗിൾ കോണ് കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യമുണ്ട്. ഓർമ്മിക്കുക, മണിക്കൂറിനെ h എന്നും മിനിറ്റിനെ m എന്നും വിളിച്ചു കഴിഞ്ഞാൽ, ശ്രദ്ധിക്കുക, മിനിറ്റിനെ m ഇംഗ്ലീഷ് മിനിറ്റിന്റെ ആദ്യത്തെ അക്ഷരം, അവർ മണിക്കൂറിനെ വിളിച്ചു കഴിഞ്ഞാൽ ആംഗിൾ അല്ലെങ്കിൽ കോൺ. പഠിച്ചു വെക്കാത്ത കുട്ടികളുണ്ടെങ്കിൽ, അറിയാത്ത കുട്ടികളുണ്ടെങ്കിൽ പഠിച്ചു വെക്കുക, എളുപ്പത്തിൽ കിട്ടുന്നതാണ്. 30h - 11/2 m സൂത്രവാക്യം പഠിക്കുക. ഈ h-നും m-നും ഈ വിലകൾ കൊടുത്താൽ മതി. നമുക്ക് കിട്ടും 30 × 4 - 11/2 × 10. നോക്കൂ കുട്ടികളെ, 10-ൽ 2 നമുക്ക് ക്യാൻസൽ ചെയ്യാം. 5 തവണ 30, 4 നമുക്ക് കിട്ടും 120. 120 11 5 55. ഇവിടെ 11 × 5 ആണല്ലോ. അപ്പൊ നമുക്ക് ഉത്തരം കിട്ടും നമുക്ക് 65, 70. അപ്പൊ 65 എന്ന് പറയുന്ന
ആൻസർ നമുക്ക് കിട്ടും. 120 കുറച്ചാൽ 55 കുറച്ചാൽ 55 60 60 120. അപ്പൊ 65 എന്ന് പറയുന്ന ഡിഗ്രി 65 ഡിഗ്രിയാണ് നമുക്ക് അവിടെ ആൻസർ ആയിട്ട് കിട്ടുക. ഓക്കെ, എളുപ്പമാണല്ലോ. ഫോർമുല പഠിച്ചു വെക്കണം എന്നുള്ളതാണ് ഈ ചോദ്യത്തിന്റെ പ്രത്യേകത. 30h - 11/2 എന്നുള്ള ഫോർമുല. ചിത്രത്തിന്റെ ബാക്കി പ്രത്യേകതകളൊന്നും നോക്കേണ്ട ആവശ്യം ഇല്ല. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് 20 സെന്റിമീറ്റർ ആണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ത്രികോണത്തിന്റെ ഒരു വശത്തിന്റെ നീളമാകാവുന്നത്? ത്രികോണത്തിന്റെ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ ആണ് നമുക്ക് തന്നത്. 3 സൈഡും കൂടെ കൂട്ടിയിട്ടുള്ളത് നമുക്ക് തന്നിട്ടുണ്ട് 20 സെന്റിമീറ്ററിന്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെരിമീറ്ററിന്റെ, ശ്രദ്ധിക്കുക, പെരിമീറ്റർ ഡിവൈഡഡ് ബൈ 2, പെരിമീറ്ററിന്റെ പകുതി അതിനേക്കാളും ചെറുതായിരിക്കും. അതായത് ഇതിനേക്കാളും ചെറുതായിരിക്കും ഓൾ സൈഡ്സ് ലെങ്ത്. എല്ലാ സൈഡ്സിന്റെയും ലെങ്ത്, അല്ലെങ്കിൽ സൈഡ്സ് ലെങ്ത് എന്ന് പറഞ്ഞാൽ മതി. ഓൾ എന്ന് പറഞ്ഞാൽ കൂട്ടിക്കളഞ്ഞാൽ സൈഡ്സിന്റെ ലെങ്ത് ഓഫ് സൈഡ്സ്. അതായത് മലയാളത്തിൽ പറഞ്ഞാൽ ചുറ്റളവിന്റെ, ഈസിയാണ്, പഠിച്ചു വെക്കുക. ഇങ്ങനെ മാത്തമാറ്റിക്സിൽ ഓരോ ഐഡിയകളുണ്ട്. ചുറ്റളവിന്റെ പകുതിയില് അത് ഈ ചിഹ്നത്തിന്റെ അറിയാവോ? ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇപ്പുറം ഉള്ളത് ചെറുതാണ്, അതായത് ഇത് വലുത്. ഓക്കെ, ഈ ഒരു വായ ഓപ്പൺ ചെയ്തൊരു വായ കണ്ട വായക്കകത്ത് വലുതെന്ന് മനസ്സിലാക്കിയാൽ മതി. ചുറ്റളവിന്റെ പകുതി വലുതാണ്. ഏത്? വശങ്ങളുടെ നീളങ്ങളെക്കാൾ വലുതാണ് ചുറ്റളവിന്റെ പകുതി വരിക. അപ്പൊ ഇവിടെ എത്രയാ വരിക? 20. 20ന്റെ പകുതി എത്രയാ വരിക? നോക്കിയാൽ 20ന്റെ പകുതി നമുക്ക് എത്ര കിട്ടും? 10. അപ്പൊ സൈഡ്സ് എല്ലാം, വശങ്ങൾ ഞാനിവിടെ എഴുതി വെക്കാം, വശങ്ങൾ എല്ലാം എന്തായിരിക്കണം? 10 സെന്റിമീറ്ററിൽ കുറവായിരിക്കണം. 10ൽ കുറവായിരിക്കണം. മനസ്സിലായല്ലോ? 10ൽ കുറവായിരിക്കണം. ഇതാണ് പോയിന്റ്. ചുറ്റളവിന്റെ പകുതിയിൽ കുറവായിരിക്കും വശങ്ങൾ. അപ്പൊ 10ൽ കുറവായിട്ടുള്ള വശങ്ങൾ മാത്രമാണ് ആൻസർ വരിക. അപ്പൊ ആൻസർ നമുക്ക് ഈസി ആയി കിട്ടിക്കഴിഞ്ഞു. എത്ര ആൻസർ നമുക്ക് ഇവിടെ ഞാൻ എഴുതാം. ആൻസർ അതിന് 10ൽ കുറവ് വരുമ്പോ ആകെ ഒരൊറ്റ അളവല്ലേ ഉള്ളൂ, 9 അല്ലേ ഉള്ളൂ, 9 സെന്റിമീറ്റർ. ഓക്കെ, 10, 11, 12 ഒന്നും വരില്ല. അപ്പൊ ഈ ഒരു പോയിന്റ് കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, a rectangle has length 6 meters and breadth 1/4 meter. How many square of sides 3/4 meters can be cut off from it? അതായത് 6 മീറ്റർ നീളവും 2.25 മീറ്റർ വീതിയുമുള്ള ഒരു ചതുരമുണ്ട്. അതിൽ നിന്ന് 3/4 മീറ്റർ വശമുള്ള വലിപ്പമുള്ള എത്ര സ്ക്വയറുകളിൽ നിന്ന് മുറിച്ചെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ അത് നമുക്ക് സിമ്പിൾ ആയിട്ട് നമ്മൾക്ക് ഇവിടെ കണ്ടുപിടിക്കാം. അപ്പൊ എന്ത് ചെയ്താൽ മതി? ഒന്ന്, നീളത്തിൽ വെക്കാൻ പറ്റുന്നത് എത്ര ഉണ്ട് നോക്കുക, വീതിയിൽ വെക്കാൻ പറ്റുന്നത് എത്ര ഉണ്ട് നോക്കിയിട്ട് ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കുക, എന്നിട്ട് ഇതിന്റെ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. ഓക്കെ, ഞാൻ ആദ്യം പറയുന്നത് നീളത്തിൽ വെക്കാൻ പറ്റുന്നത് എത്ര ഉണ്ട് നോക്കാം. 1.25 മീറ്റർ ആണ് ഉള്ളത്. ഓക്കെ, അപ്പൊ 6 ഈ നീളം ഉള്ളതിൽ 3/4 മീറ്ററിൽ എത്ര എണ്ണം വെക്കാൻ പറ്റും എന്ന് ചോദിച്ചാൽ 6 മീറ്ററിനെ ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 3/4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 6 × 4/3. ലെങ്ത്തിൽ വെക്കാൻ പറ്റുന്നത്, നീളത്തിൽ വെക്കാൻ പറ്റുന്നതാണ്, നീളത്തിൽ വെക്കാൻ പറ്റുന്നതാണ് ഇത്, നീളത്തിൽ വെക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6ൽ 3 നമുക്ക് 2, 2, 4, 8 എണ്ണം വെക്കാം. അതായത് 3/4 മീറ്റർ നീളമുള്ള സ്ക്വയർ എത്ര എണ്ണം വെക്കാൻ പറ്റും? 8 എണ്ണം ഇങ്ങനെ വെക്കാൻ പറ്റും. അതേപോലെ ബ്രെഡ്ത്ത്, വീതിയിൽ എത്ര എണ്ണം വെക്കാൻ പറ്റും നോക്കാം. വീതിയിൽ വെക്കാൻ പറ്റുന്നത് എത്രയുണ്ട് നോക്കിക്കഴിഞ്ഞാൽ വീതി എത്രയാണ്? 2.25 ആണ്. അപ്പൊ ആ 2.25 ആരെ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി? 3/4 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടെയുള്ള പ്രത്യേകത എന്താ? 2.25 നിങ്ങൾ ഇംപ്രോപ്പർ മറ്റേ A/B രൂപത്തിൽ എഴുതണം. അപ്പൊ 4 × 2 8, 8 1 9/4 എന്ന് വരും മുകളിലത്തെ ഭാഗം. ഓക്കെ, ഇത് 9/4 വരും. ഇത് എത്ര വരും? ഡിവൈഡഡ് ബൈ 3/4. ഓക്കെ, അപ്പൊ ഇതിനെ മാറ്റിയിട്ട് നമുക്ക് 9/4 × 4/3 എഴുതാം. ഇതിന്റെ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഒരു ഫ്രാക്ഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു ഫ്രാക്ഷൻ, ഒരു ഭിന്നത്തെ ഹരിക്കുമ്പോൾ അതിന്റെ വ്യുൽക്രമം കൊണ്ട് ഗുണിക്കണം. പഠിച്ചിട്ടുണ്ടാവും നിങ്ങൾ.
അപ്പോൾ റെസിപ്രോക്കൽ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ 4ഉം 4ഉം കട്ട് ചെയ്തു, 3 9ൽ 3 ആവണം. അപ്പൊ എത്ര എണ്ണം? 3 എണ്ണം കിട്ടി. അപ്പൊ നീളത്തിൽ വെക്കാവുന്നത് 8, വീതിയിൽ വെക്കാവുന്നത് 3. അങ്ങനെ ടോട്ടൽ ഇതിൽ വെക്കാവുന്നത് എത്ര? ടോട്ടൽ വരുന്നത് നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ 8ഉം ഈ 3ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 8 × 3 24. അപ്പോൾ ഏരിയ കണ്ടുപിടിക്കുക, ഒന്നിന്റെ ആവശ്യമില്ല. ഇവിടെ വെക്കാൻ പറ്റുന്നത് എത്ര ഉണ്ട് നോക്കുക, ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഇങ്ങനെ വെക്കാൻ പറ്റുന്ന എത്ര ഉണ്ട് നോക്കുക, ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുക. ആ കിട്ടിയ നമ്പർ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5, 6, 7, 8 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ്? Which is the smallest number leaving remainder 1 on division by 5, 6, 7 and 8. പ്രിയപ്പെട്ട കുട്ടികളെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമ്മൾ എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്നാണ്. അതായത് 5 ആ ഒരു നമ്പർ ഉണ്ട്, ആ നമ്പർ നമ്മൾക്ക് അറിയില്ല. ഒരു സംഖ്യയുണ്ട്, ആ സംഖ്യ നമ്മൾക്ക് അറിയില്ല. പക്ഷെ ആ സംഖ്യയെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടം 1 വരും. ഡിവൈഡ് ബൈ 5 ആണെങ്കിൽ റിമൈൻഡർ 1, ഡിവൈഡ് ബൈ 6 ആണെങ്കിൽ റിമൈൻഡർ 1, ഡിവൈഡ് ബൈ 7 ആകുമ്പോൾ റിമൈൻഡർ 1, ഡിവൈഡ് ബൈ 8 ആവുന്ന സമയത്തും എത്ര വരും? റിമൈൻഡർ 5, 6, 7, 8 റിമൈൻഡർ 1 വരും. എങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ, ആ സംഖ്യ ഏതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ വരും. ഏറ്റവും ചെറിയ സംഖ്യ കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് LCM, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ, മലയാളത്തിൽ ലാസാഗു എന്ന് പറയും. അതായത് 5, 6, 7, 8 ഇതാണ് നമ്മുടെ നമ്പർ. 5, 6, 7, 8. അപ്പൊ അതിന്റെ LCM കണ്ടുപിടിക്കാൻ ആദ്യം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 5ന് 2 കൊണ്ടാവില്ല, 5 തന്നെ. 6ന് 2 കൊണ്ട് 3, 7ന് 2 കൊണ്ടാവില്ല 7, 8ന് 2 കൊണ്ട് 4. ഇങ്ങനെയാണ് വരിക. അപ്പൊ ഇനി ഇതില് കോമൺ ആയിട്ട് ആരുമില്ല. 5നും 3നും കോമൺ ഇല്ല, 3ലും 7ലില്ല, 7ലും 4ലില്ല, പൊതുവായിട്ട് ഒന്നുമില്ല. അതുകൊണ്ട് ഇവയെല്ലാം മൾട്ടിപ്ലൈ ചെയ്യുന്നതായിരിക്കും അതിന്റെ LCM. ഇവിടെ നോക്കുക, 6, 8 ഞാൻ എന്തുകൊണ്ടാണ് 2 കൊണ്ട് വെച്ച്? ഇവിടെ 2 സ്ഥലത്തും 2 കോമൺ ആണ്. അപ്പൊ ആ പൊതുവായിട്ട് വരുന്ന കോമൺ വെച്ചിട്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. ഇവിടെ എവിടെയുമില്ല, ഇവിടെ 1 ആണ് എല്ലാവരും കോമൺ, അതിനെ കൊണ്ട് കാര്യമില്ല. അപ്പൊ LCM എന്ന് പറയുന്നത് കുട്ടികളെ എന്താണ് വരിക? 2 × 5 × 3 × 7 × 4. നോക്ക്, 2 5 10, 10 3 30, 30 7 210, 210 × 4 840 എന്ന് കിട്ടും. പ്രിയപ്പെട്ട കുട്ടികളെ, അവിടെ നിങ്ങൾ നോക്കുമ്പോൾ 840 എന്ന് പറയുന്ന ആൻസർ ചിലപ്പോൾ അതിൽ കാണില്ല. അപ്പൊ അതല്ല ആൻസർ. അപ്പോ ഈ നമ്പറിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഈ 840 ആൻസർ ആയിട്ട് വരിക ഒരു സംഖ്യയെ 5, 6, 7, 8 കൊണ്ട് നിശേഷം ഹരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏത് ചോദിച്ചാൽ അതിന്റെ LCM ആണ് കണ്ടുപിടിക്കേണ്ടത്. Which is the least number that is divisible by 5, 6, 7 and 8. അപ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നതാണ് LCM. റിമൈൻഡർ 1 പറഞ്ഞതുകൊണ്ട് ആ ലീസ്റ്റ് നമ്പർ ശ്രദ്ധിക്കുക. ലീസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് റിമൈൻഡർ ഉണ്ടാവുമ്പോൾ എന്താണെന്നറിയോ? ഈ LCM, അതായത് ഇപ്പം കിട്ടിയ വില പ്ലസ് റിമൈൻഡർ എഴുതണം. പ്ലസ് റിമൈൻഡർ, അതായത് മലയാളത്തില് ലസാഗു പ്ലസ് ശിഷ്ടം, മിച്ചം. ലസാഗു പ്ലസ് ശിഷ്ടം. അപ്പൊ എന്താണ് വരിക? 840 അതിന്റെ കൂടെ 1 കൊണ്ടും കുറിച്ച് എത്ര കിട്ടും? 841. അപ്പൊ എന്ത് മനസ്സിലായി നിങ്ങൾക്ക്? 840 ആണെങ്കിൽ 5നെ 6നെ കറക്റ്റ് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 841നെയാണ് 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്, അവിടെ റിമൈൻഡർ 1 വരും. 841നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ശിഷ്ടം 1 വരും. അപ്പോൾ ഈ LCM കണ്ടുപിടിച്ച് അതിന്റെ കൂടെ ശിഷ്ടവും കൂടെ റിമൈൻഡർ കൂടെ കൂട്ടിച്ചേർക്കുന്നതാണ് ഇവയെല്ലാം ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ വരുന്ന ഏറ്റവും ചെറിയ നമ്പർ. പ്രിയപ്പെട്ട കുട്ടികളെ, ഇപ്പോൾ നമ്മൾ 5 ചോദ്യങ്ങൾ പരിചയപ്പെട്ട് കഴിഞ്ഞു. 5ഉം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം, ചിലരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകതയുള്ള ചോദ്യങ്ങളായിരിക്കാം. കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടി കാണിക്കരുത്. നമുക്ക് പുതിയ വീഡിയോ വീണ്ടും കാണാം. ബൈ.